ക്രെഡിറ്റ് കാർഡ് സ്കാം ഇട്ടു UAE ലാസ്റ്റ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് പോകേണ്ടതായിരുന്നു, പൈസ പോയിട്ടുണ്ടായില്ല. പക്ഷെ ഇത്തവണ എൻ്റെ ഏകദേശം ഒരു 9500 ദിറംസ് ആണ് പോയത്. അതോ ഞാൻ ഒന്നും ചെയ്യാതെ ഏകദേശം ഞാൻ യൂസ് ചെയ്യാത്തൊരു കാർഡായിരുന്നു. ഞങ്ങൾ അന്ന് സൗദിയിലേക്ക് പോകുന്ന യാത്രയിൽ ഒന്ന് പെട്രോൾ പമ്പിൽ ഒന്ന് ടാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ബില്ല് പേ ചെയ്യാൻ. അത് കഴിഞ്ഞ് ഞങ്ങൾ സൗദി എത്തി ബോർഡറിൽ നിന്ന് അപ്പോൾ തന്നെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഒരു 40-42 മെസ്സേജ്. എല്ലാം പൈസ കുറേ ട്രാൻസാക്ഷൻ ആയിരിക്കുന്നു, കുറേ ട്രാൻസാക്ഷൻ ആയിട്ട് അവിടെ തന്നെ ബാങ്കിനെ വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്തു. അവർക്ക് തന്നെ അറിയുന്നില്ല എത്ര പോയിട്ടുണ്ട്, കാരണം പല കറൻസിയിലായിരുന്നു. അപ്പോൾ അന്ന് ഞാനൊരു OTP ആർക്കും കൊടുത്തിട്ടില്ല, ഒരു ലിങ്കിലും കയറി ക്ലിക്ക് ചെയ്തിട്ടില്ല, ആകപ്പാടെ ചെയ്ത് ടാപ്പ് ചെയ്തു എന്നുള്ളത് മാത്രമാണ്. പക്ഷെ അവിടെ നിന്നാണ് എന്തോ സംഭവിച്ചത്. എന്നിട്ട് ബാങ്കിൽ വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ബാങ്ക് പറഞ്ഞു ഓക്കെ, ഇതിനൊരു ഏകദേശം 45 ഡേയ്സ് പിടിക്കും ഇതെല്ലാം ഒന്ന് വർക്ക് ചെയ്ത് വരാമെന്നുള്ളത്. അങ്ങനെ അത് കംപ്ലയിൻറ്റ് ചെയ്തു. സെയിം ടൈം കൂടുതൽ എൻ്റെ പേയ്മെൻറ്റ് ഏകദേശം 5400 ദിറംസ് പോയത് ആപ്പിൾ പേ കൂടെയാണ്. അപ്പോൾ എൻ്റെ ഒരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആൾ വന്നപ്പോൾ പറഞ്ഞു ആൾക്ക് ഇതുപോലെ ഒരു 5-6 വട്ടം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അവരെ ഡയറക്റ്റ് വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്ത് എൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് അവർക്ക് കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു ഇത്രയും ട്രാൻസാക്ഷൻ കാണുന്നുണ്ട്, നിങ്ങളല്ലേ ചെയ്തു വെച്ചാൽ ഞാൻ ഞാനല്ല, എന്താ ചെയ്യേണ്ടത് വെച്ചാൽ എനിക്ക് റീഫണ്ട് വേണം പറഞ്ഞു. അവർ വിത്തിൻ 48 hours ആ റീഫണ്ട് ഇനിഷ്യേറ്റ് ചെയ്തു. എനിക്ക് തിരിച്ച് എൻ്റെ അക്കൗണ്ടിൽ കയറും ചെയ്തു. ബാലൻസ് എല്ലാ പേയ്മെൻറ്റും തിരിച്ചു കയറാൻ ഏകദേശം 30-35 ഡേയ്സ് എടുത്തു. പക്ഷേ നമ്മൾ നിരന്തരം ഫോളോ അപ്പ് ചെയ്യണം. ഈ സെയിം ക്രെഡിറ്റ് കാർഡിൽ മാത്രമല്ല ഡെബിറ്റ് കാർഡിലും സംഭവിക്കാം. ഡെബിറ്റ് കാർഡിലാണെങ്കിൽ എന്താ അടുത്ത സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുക, നേരെ പോലീസ് സ്റ്റേഷനിൽ പോവുക, കംപ്ലയിൻറ്റ് ചെയ്യുക. ഇത് മാത്രമേ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ അവരെന്താ പറയുന്നത് വെച്ചാൽ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് വേണം. എന്നാൽ ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ബാങ്കിൽ നിന്നും കിട്ടില്ല, ബ്രാഞ്ചിൽ നിന്നും കിട്ടുമല്ലോ. പിന്നെ അത് ആകപ്പാട് കിട്ടുന്ന ആ സമയമാകുമ്പോൾ മാത്രമാണ്. പക്ഷേ സമയമായ എന്താ പ്രശ്നം, അത് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ പിന്നെ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാനുള്ള ഓപ്ഷനില്ല. ഓപ്ഷൻ കിട്ടും വൺസ് വി ഗോട്ട് ദ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അതിന് ആ സമയം വരെ വെയിറ്റ് ചെയ്യണം. സ്റ്റേറ്റ്മെൻറ്റ് വന്നതിന് ശേഷം നമുക്ക് ആ പേയ്മെൻറ്റിനുള്ളിൽ ചെയ്തില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഫൈൻ വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഞാൻ ബാങ്കിനെ വിളിച്ച് പറഞ്ഞു ഞാൻ അതെന്തായാലും ചെയ്യൂല, പേയ്മെൻറ്റ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇൻ കേസ് അങ്ങനെ ഉണ്ടെങ്കിൽ അവർ പറഞ്ഞു നിങ്ങൾ ചെയ്യാത്തതല്ല കുഴപ്പമില്ല, പക്ഷേ നിങ്ങൾക്ക് ഫൈൻ വരും. പിന്നെ ഈ ഇഷ്യൂ എല്ലാം സോർട്ട് ചെയ്തതിന് ശേഷം ആ ഫൈൻ്റെ എമൗണ്ട് എല്ലാം ബാങ്ക് തന്നെ റിട്രീവ് ചെയ്യുള്ളൂ പറഞ്ഞു. അപ്പോൾ ഇനി എനിക്ക് ഏകദേശം ഒരു 280 ദിറംസ് കിട്ടുള്ളൂ ഈ 9500 ദിറംസിൽ. അപ്പോൾ അതിൻ്റെ പുറകെ തന്നെയാണ് ഞാൻ എപ്പോഴും ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ പറഞ്ഞ ലിമിറ്റ്, ക്രെഡിറ്റ് ലിമിറ്റ്, ട്രാൻസാക്ഷൻ ലിമിറ്റ് എല്ലാം സെറ്റ് ചെയ്യാം. പിന്നെ കൺട്രി വൈസ് ലോക്ക് ചെയ്യാൻ പറ്റും നമുക്ക് കാർഡുകൾ. തേർഡ്ലി ടെമ്പററി ലോക്ക് ചെയ്യുക കാർഡുകൾ. പിന്നെ ചില കാർഡുകൾ നമ്മൾ ഇൻ കേസ് ഓൺലൈൻ ട്രാൻസാക്ഷൻ ഉപയോഗിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഓൺലൈൻ ട്രാൻസാക്ഷൻ എന്നുള്ള ഓപ്ഷൻ ഓഫ് ചെയ്താൽ അങ്ങനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇത് എനിക്ക് സംബന്ധിച്ച് ആ പെർട്ടിക്കുലർ ഫ്യൂവൽ പമ്പ് ഉണ്ടല്ലോ, അവിടുത്തെ ആ പയ്യൻ അവനാണ് ഈ കാർഡിനെ എന്തോ സ്കാം ചെയ്തിരിക്കുന്നത്. അവർ ഉപയോഗിക്കുന്ന ഡിവൈസിൽ എന്തോ കണക്റ്റഡ് ആണ് ഉറപ്പാണ്. കാരണം അതിന് 2 മാസം മുന്നേ വരെ കാർഡ് ഉപയോഗിച്ചിട്ടേ ഉണ്ടായില്ല, അന്നാണ് ലാസ്റ്റ് ഉപയോഗിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്താൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരുവിധം രക്ഷപ്പെടാൻ പറ്റും.